അമിതാഭ് ബച്ചൻ സാറുമായിട്ട് അഭിനയിച്ചു എങ്ങനെയായിരുന്നു? ഞാൻ അഭിനയിച്ച് അതൊരു വലിയ മഹാഭാഗ്യം എന്നാണ് പറയാം, ഭാഗ്യം പോരല്ല. അപ്പോൾ എൻ്റെ അടുത്ത് പോകുമ്പോഴേ പറഞ്ഞു എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെ വേണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞു, ജീവിതത്തിൽ ഒരു ചാൻസേ ഉണ്ടാവുള്ളൂ, അദ്ദേഹത്തെ പോലെ ലെജൻഡ് കൂടെ അഭിനയിക്കാൻ കിട്ടിയൊരു അവസരം. അപ്പോൾ ആ ഒരു അവസരത്തിൽ ടെൻഷൻ അടിച്ച് വിറങ്ങലിച്ച് നിൽക്കരുത്. അദ്ദേഹത്തിന് മുമ്പിൽ പെർഫോം ചെയ്യുമ്പോൾ അതുപോലെ ആയിരിക്കണം, അയാൾ ചിന്തിക്കണം, ഇതാരോൻ മെടുക്കനാണല്ലോ, ചിന്തിക്കണം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഓൾറെഡി സെറ്റായിരുന്നു. അവിടെ പോയപ്പോൾ ഒരു സന്തോഷം എന്ന് വെച്ചാൽ മഞ്ജു വാര്യരുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരാളുണ്ടെന്നുള്ള ധൈര്യമുണ്ട്. ഒരു ടൈം ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ റോയൽ വണ്ടിയിൽ ഒരു 11 മണിയാകുമ്പോൾ അദ്ദേഹം വരുമ്പോഴേക്കും ഒരു സിംഹമൊക്കെ വരുന്ന പോലെ ഭയങ്കര ഓറ. അദ്ദേഹം ജയ ബച്ചൻ രണ്ടുപേരും വൈഫും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വന്ന് ലൊക്കേഷനിൽ ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും തിരിച്ച് കയറാനുള്ള പിന്നെ പുള്ളി പോവില്ല. പിന്നെ അവിടെ തന്നെ കസേരയിട്ട് അവിടെ ഇരിക്കും, ബുക്സ് ഒന്നും വായിച്ചു. അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഫോഴ്സ് ആരെങ്കിലും 2-3 കൂടെ ഉണ്ടാകും, ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടി. മെസ്സേജുകൾക്കെല്ലാം അദ്ദേഹം തന്നെയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നതും ഇതെല്ലാം അദ്ദേഹം ഒറ്റയ്ക്ക് അദ്ദേഹം തന്നെ ചെയ്യുന്നത്. പിന്നെ ഈ സ്റ്റിൽസ് എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ശബ്ദം കേൾക്കുന്ന ഇഷ്ടമല്ല, ക്ലിക്ക് ചെയ്യുന്ന സൗണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിനയിച്ച പാട്ടുകൾ ഇട്ട് കൊടുക്കും. അപ്പോൾ പാട്ടുകളുടെ സമയത്ത് പുള്ളി ഓരോ എക്സ്പ്രഷൻസ് ആയിട്ട് ചെയ്യും, അതാണ് സ്റ്റിൽ എടുക്കുന്നത്. അങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ട ഒരു വ്യത്യാസം തന്നെ. പിന്നെ എല്ലാവരോടും വളരെ നന്നായിട്ട് തന്നെയാണ് പറയുമ്പോൾ സീരിയസ്നെസ് ഉണ്ടെങ്കിലും കുട്ടികളെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നതൊക്കെ എല്ലാവരോടും. അത് ശരി. ആ സെറ്റിലൊക്കെ നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് ആ പുള്ളി അഭിനയിക്കും, അത് കഴിഞ്ഞിട്ട് നമ്മളോടൊക്കെ നല്ലതായിട്ട് മിങ്കിൾ ചെയ്യും. സീരിയസ് ആയിട്ടായിരിക്കും, ചിരിക്കും, അങ്ങനെ വളരെ കുറച്ച്. പക്ഷെ അയാൾ വളരെ ഇതായിട്ട് ചോദിക്കും, നമ്മളടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കും. എൻ്റെ മലയാളം കറക്റ്റ് ആണോ എന്നാണ് എന്നോട് ആദ്യം ഞാൻ ചോദിച്ചത്.